നിക്ക് നിക്ക്. അകത്തുകാരി പറയാനുള്ള കാര്യമല്ല, നമുക്കിവിടെ നിന്ന് സംസാരിക്കാം. അമ്മ കേട്ട പിന്നെ എല്ലാം കുഴയും. ഓക്കെ, പറയൂ. പറയാം, മനസ്സിനൊന്ന് തയ്യാറാക്കട്ടെ. വെയിറ്റ്. ഈ സ്റ്റാർട്ടിംഗ് ട്രബിള് നിനക്ക് പതിവുള്ളല്ലോ, എന്താ ഒരു കൺഫ്യൂഷൻ? അത് ഇതുവരെ ആരോടും പറയാത്തൊരു കാര്യം അച്ഛനോട് തുറന്നു പറയുന്നതിന്റെ ഒരു ചമ്മലുണ്ട്. അതിന്റെ ആവശ്യമില്ല. അപ്പോ നിനക്ക് എന്തു എന്നോട് തുറന്നു പറയാലോ. പറ, എന്താ നിന്റെ മനസ്സിൽ? അച്ഛന് നമ്മുടെ അരുൺ ഭാസ്കറിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതെ, മാളുവിനോട് പറഞ്ഞ പോലെ ഒരുമാതിരി സുഖിപ്പിക്കൽ ലൈനിലുള്ള കമന്റ് അല്ല എനിക്ക് കേൾക്കേണ്ടത്. അയാളെ കണ്ടപ്പോ, സംസാരിച്ചപ്പോ അച്ഛന് തോന്നിയ ജെനുവിൻ അഭിപ്രായം വേണം പറയാൻ. മാളുവിന്റെ കാര്യത്തിൽ എനിക്കങ്ങനെ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. അരുണുമായി സംസാരിച്ചപ്പോ ആളൊരു ജെനുവിൻ പേഴ്സണാലിറ്റി ആണെന്ന് എനിക്ക് തോന്നിയത്. ആളൊരു ജെന്റിൽമാൻ ആയതുകൊണ്ടാണല്ലോ തന്റെ ഇഷ്ടം വീട്ടുകാരോട് തുറന്നു പറഞ്ഞ് നേരായ രീതിയിലൊരു പ്രപ്പോസലിന് തയ്യാറായത്. അല്ല, നീ എന്താ അരുണിനെ കുറിച്ച് ഇപ്പൊ ചോദിച്ചത്? ഏയ്, ഒന്നുമില്ല. ഏയ്, എന്തോ നിന്റെ ഉള്ളിലുണ്ട്, പറയടാ. അരുണിനെ ജഡ്ജ് ചെയ്യുന്നതിൽ സാക്ഷാൽ വിജയ് പണിക്കറും പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചതിലും കണ്ണിങ് ആണ് നമ്മുടെ പാക്കർ. അപ്പോ എന്താ കാര്യം വെച്ചാൽ തെളിച്ചു പറ. നിന്റെ നോട്ടത്തിൽ അരുൺ ജെന്യുവനായിട്ട് തോന്നുന്നില്ലേ? ജെന്യുവൻ അല്ലെന്ന് മാത്രമല്ല, ആള് നല്ല ഒന്നാം തരം ഫേക്കാണ്. ജെന്യുവൻ ആയിരുന്നെങ്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ അവൻ പ്രപ്പോസലുമായി വരേണ്ടത് മാളുവിന്റെ വീട്ടിലേക്കായിരുന്നില്ല, നമ്മുടെ വീട്ടിലേക്കായിരുന്നു. വാട്ട് യു മീൻ? നമ്മുടെ വീട്ടിലേക്കോ? എന്തിന്? ഇനിയിപ്പോ ഞാനിതൊക്കെ തുറന്നു പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. എന്നാലും അച്ഛനോടായതുകൊണ്ട് പറയാം. സീനിയർ ബാച്ചിലെ ഒരാൾ എന്നെയും മാളുവിനെയും രഹസ്യമായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മാളുവിനേക്കാൾ മുന്നേ മനസ്സിലാക്കിയത് ഞാനായിരുന്നു. പ്രായത്തിന് ചേരാത്തൊരു രൂപവും ഭാവമായിരുന്നു അയാൾക്ക്. എന്താ പറയാ, ചുരുണ്ട മുടിയും കുറ്റിത്താടിയും നിരാശ നിറഞ്ഞ നോട്ടവും, അങ്ങനെ ആകെ മൊത്തം ഒരു ദേവദാസ് ലൈനിലുള്ള ഒരാൾ. ആദ്യമൊക്കെ അയാളെ കാണുന്നത് ഒരു കൗതുകം മാത്രമായിരുന്നു. പിന്നീട് മനസ്സിൽ അയാളോട് എനിക്കൊരു ഇഷ്ടം തോന്നി തുടങ്ങി. എങ്കിലും ഞാൻ അയാളിൽ നിന്നത് മറച്ചു പിടിച്ചു. അയാളിൽ നിന്ന് മാത്രമല്ല, മാളുവിൽ നിന്ന്. അരുണിനൊരു പക്ഷേ തിരിച്ചൊരിഷ്ടം നിന്നോടില്ലായിരുന്നെങ്കിലോ? എങ്കിൽ അയാൾ ജെനുവിൻ കക്ഷിയാണെന്ന് അച്ഛനെ പോലെ ഞാനും സമ്മതിച്ചാണ്. ഇന്നല്ലെങ്കിൽ നാളെ അരുണിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രപ്പോസൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ എന്നെ കാണുമ്പോൾ അയാൾ പേടിച്ചിട്ടെന്ന പോലെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. എന്താ അയാളുടെ ഉദ്ദേശം എന്നറിയാൻ ഞാനും ഒന്നും അറിയാത്ത ഭാവത്തിൽ നടന്നു. കുറച്ചുനാൾ കൂടി ഈ നാടകം അങ്ങനെ തുടർന്നു. വിചാരിച്ചതുപോലെ ഒരു അറ്റൻഷൻ എന്നിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാവും അരുൺ പിന്നെ എന്നെ ഒഴിവാക്കാൻ തുടങ്ങി. പക്ഷെ സങ്കടം തോന്നിയത് അപ്പോഴല്ല. എന്നെ ഒഴിവാക്കിയ അതേ ആൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ മാളുവിനെ പ്രപ്പോസ് ചെയ്തു എന്നറിഞ്ഞപ്പോഴാണ്. പാവം മാളു അയാളുടെ ആ ദേവദാസ് ഇമേജിൽ വീഴുകയും ചെയ്തു. നീ ഇതൊന്നും മാളുവിനോട് പറഞ്ഞില്ലേ? അവളുടെ മനസ്സറിയാവുന്നതുകൊണ്ട് നേരിട്ട് പറയാൻ തോന്നിയില്ല. എങ്കിലും കഴിയുന്ന പോലെ ചില സൂചനകൾ കൊടുത്തു. പക്ഷെ അതൊന്നും കാര്യമാക്കാത്ത വിധം അരുൺ മാളുവിനെ വലയിലാക്കി കഴിഞ്ഞിരുന്നു. ഈ കാര്യം പിന്നെ നീ അരുണിനോട് സംസാരിച്ചില്ലേ? ഇല്ല. ഞാൻ ഇക്കാര്യം മാളുവിനോട് പറഞ്ഞാലോ എന്ന ഭയം അരുണിനുണ്ടായിരുന്നു. അതുകൊണ്ട് തരം കിട്ടുമ്പോഴൊക്കെ അവൻ മാളുവിനോട് എന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. എന്റെ കാര്യം പറഞ്ഞ് മാളു അവനോട് പലപ്പോഴും വഴക്കിടാറുണ്ട്. ഇതൊന്നും ആരോടും ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അച്ഛനെന്ന് പെട്ടെന്ന് ചോദിച്ചപ്പോ വെറുതെ ഇതൊക്കെയൊന്ന് ഓർത്തുപോയെന്ന് മാത്രം. ഒരിക്കൽ എന്നെ മോഹിച്ച
അല്ലെങ്കിൽ ഞാൻ മോഹിച്ച ഒരാള് എന്റെ കൂട്ടുകാരിയുടെ ലൈഫ് പാർട്ട്ണറായി ഒരു ജെന്റിൽമാൻ ഇമേജോട് കടന്നു വരുമ്പോ അത് എന്റെ മനസ്സിനെ എത്രമാത്രം വേദനിപ്പിക്കുന്നു അച്ഛനൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊന്നും മാളുവിനോട് തുറന്നു പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. അച്ഛാ, അരുണിനെ പോലെ ഒരു ഫ്രോഡിന്റെ ഒപ്പമുള്ള ജീവിതം മാളുവിന്റെ ലൈഫ് നശിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മാളുവും